ബിഗ് ബോസ് മലയാളം സീസൺ 7 മിഡ് നൈറ്റ് പ്രോമോ അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോമോയും പിന്നെ ഇതിനു മുമ്പ് വന്ന പ്രോമോയും ഏകദേശം സിമിലർ ആണ്. സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന ഒരു ടാസ്ക് നാളെ ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലെ ബോണസ് ടാസ്കുകളുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആ ഒരു ടാസ്കുകളുടെ അവസാനത്തെ ടാസ്ക് ആണ് നടക്കാനായിട്ട് പോകുന്നത്. അതായത് മൂന്നാമത്തെ ടാസ്ക് സ്ക്രാച്ച് ആൻഡ് വിൻ എന്നാണ് ഈ ടാസ്കിന്റെ പേര്. ഓരോ കാർഡുകൾ, ക്യൂ കാർഡുകൾ ഹൗസിന്റെ ഓരോ മൂലകളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഓരോ ഏരിയകളിൽ എനിക്ക് തോന്നുന്നു സോഫയുടെ കുഷന്റെ ഇടയ്ക്കൊക്കെ ബിഗ് ബോസ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലത്തും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കണം, അതാണ് ടാസ്ക്. അപ്പൊ ഇവരെല്ലാവരും ഓടി നടന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു തത്രപ്പാടാണ് പ്രൊമോയ്ക്ക് അത് കാണിക്കുന്നത്. എല്ലാവരും ഓടിച്ചാടി ടാസ്ക് ഗംഭീരമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, കണ്ടുപിടിക്കാനായിട്ട്. മെയിനായിട്ടും ഈ കാർഡ് കണ്ടുപിടിക്കണമല്ലോ. കാർഡ് കണ്ടുപിടിക്കുമ്പോഴായിരിക്കും അതിൽ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും സംഭവം വെച്ചിട്ടായിരിക്കും ഇവർക്ക് ബിഗ് ബോസ് ബെനിഫിറ്റ്സ് കൊടുക്കാനായിട്ട് പോകുന്നത്. ടിക്കറ്റ് ഫിനാലയിലെ ആനുകൂല്യങ്ങൾ, എനിക്ക് തോന്നുന്നു 5 ബോണസ് പോയിന്റ്, 10 ബോണസ് പോയിന്റ്, അങ്ങനെ വല്ലതും ആയിരിക്കും ഇത്. അങ്ങനെ ആയിരിക്കാനേ സാധ്യതകളുള്ളൂ. ടിക്കറ്റ് ഫിനാലയിൽ ഇന്ന എത്രയും പോയിന്റുകൾ, സ്കോർ ബോർഡ് ഉണ്ടല്ലോ, അപ്പൊ അതായിരിക്കും പരിപാടി. പിന്നെ ഈ ഒരു പ്രോമോയുടെ അവസാനം, ഇപ്പൊ പുറത്തു വന്ന ഈ ഒരു പ്രോമോയുടെ അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട്, കള്ളക്കളികൾ എന്നോട് വേണ്ട എന്ന് പറയുന്നുണ്ട്. കള്ളക്കളി ഒന്നും എന്റെ അടുത്ത് കളിക്കണ്ട എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. വിളച്ചിലെടുക്കരുത് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. ഒരു രീതിയിലുള്ള വിളച്ചിലും എന്റെ അടുത്ത് വേണ്ട എന്നാണ് ബിഗ് ബോസ് എല്ലാവരോടുമായിട്ട് പറയുന്നത്. എനിക്കൊന്ന് ആരോ ഒരാൾ ഇത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ച കാർഡ് കണ്ടുപിടിച്ചിട്ട് ബിഗ് ബോസിന്റെ കണ്ണ് വെട്ടിച്ചത് വേറെ എവിടെയോ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് ഒന്നും കാണാതിരിക്കില്ല. ബിഗ് ബോസ് ഇസ് വാച്ചിങ് യു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് പൊക്കി കയ്യോടെ തൂക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് നാളെ ലൈവിൽ കണ്ടിട്ട് നമുക്ക് പറയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.